ചരിത്രപരവും സാംസ്കാരികവുമായ ആഴത്തിലുള്ള വേരുകളുള്ള ഒരു ബന്ധത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്താൻ അങ്ങനെ ഇന്ത്യയും ഖത്തറും ഒരുങ്ങുകയാണ്. ഇന്ത്യയും ഖത്തറും ഈ ആഴ്ച സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകും. ഇത് ഉഭയകക്ഷി വ്യാപാരം $28 ബില്യൺ ഇരട്ടിയാക്കും. ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഈ ആഴ്ച തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകളുടെ ടേംസ് ഓഫ് റെഫറൻസ് അന്തിമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഏകദേശം $14 ബില്യൺ വരുന്ന ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ $28 ബില്യൺ ഇരട്ടിയാക്കുക എന്ന വമ്പൻ ലക്ഷ്യത്തിലേക്കുള്ള നിർണായകമായ ആദ്യ ചുവടുവയ്പ്പാണിത്. ഏഷ്യൻ ഉപഭൂഖണ്ഡത്തെയും ഗൾഫ് മേഖലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സാമ്പത്തിക സൂപ്പർ ഹൈവേ തുറന്നു കൊടുക്കുന്ന ഈ നീക്കത്തിന്റെ പശ്ചാത്തലവും പ്രാധാന്യവും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ സുപ്രധാന പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ ദോഹ സന്ദർശനം. ഒക്ടോബർ 6 ആരംഭിക്കുന്ന യാത്രയിൽ അദ്ദേഹം ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ ഫൈസൽ അൽ താനിയുമായി ചേർന്ന് ഇന്ത്യ ഖത്തർ ജോയിന്റ് കമ്മീഷൻ ഓൺ ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ സഹ അധ്യക്ഷത വഹിക്കും. ഈ ജോയിന്റ് കമ്മീഷൻ വെറും ഒരു ഔപചാരിക കൂടിക്കാഴ്ചയല്ല, മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ, താരിഫ് ഇതര വെല്ലുവിളികൾ, സാമ്പത്തിക സഹകരണത്തിനുള്ള പുതിയ വഴികൾ എന്നിവ സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനുള്ള സാങ്കേതികവും നയപരവുമായ വേദിയാണ്. മന്ത്രിയോടൊപ്പം വിവിധ മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒരു വലിയ ബിസിനസ് പ്രതിനിധി സംഘവും തന്നെ ദോഹയിലെത്തുന്നുണ്ട്. ഈ ചർച്ചകളിൽ ഏറ്റവും പ്രധാനം കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് CEPA, അതായത് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അല്ലെങ്കിൽ FTAക്ക് വേണ്ടിയുള്ള ടേംസ് ഓഫ് റെഫറൻസ് അന്തിമമാക്കുന്നതാണ്. ഒരു വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകണം, അതിന്റെ പരിധി എന്തായിരിക്കണം, ചരക്കുകൾ, സേവനങ്ങൾ, നിക്ഷേപം തുടങ്ങി ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്തണം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നിർവചിക്കുന്ന ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ചട്ടക്കൂടാണ് TOR. ഈ ചട്ടക്കൂട് അംഗീകരിക്കപ്പെടുന്നതോടെ കരാർ യാഥാർത്ഥ്യമാകാനുള്ള ചർച്ചകൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. GCCയിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഖത്തർ. ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവയാണ് GCC അംഗങ്ങൾ. ഈ പങ്കാളിത്തത്തിന്റെ പ്രധാന കാരണം ഊർജ്ജമാണ്. ഇന്ത്യയുടെ പ്രകൃതിവാതക ആവശ്യകതയുടെ വലിയൊരു പങ്ക് ഖത്തറാണ് നിറവേറ്റുന്നത്. സ്വാഭാവികമായും ഊർജ്ജ ഇറക്കുമതി കാരണം ഇന്ത്യക്ക് ഖത്തറുമായി നിലവിൽ വലിയൊരു വ്യാപാര കമ്മിയുമുണ്ട്. ഈ FTAയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഈ വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുക എന്നതാണ്. ഖത്തറിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി കണ്ടെത്താൻ സാധിക്കും. സർവീസസ്, IT, ഫിനാൻസ്, വിദ്യാഭ്യാസം, ഏറ്റവും പ്രധാനമായി ആരോഗ്യ പരിപാലനം എന്നീ മേഖലകളിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഖത്തർ വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും. ഇന്ത്യയിലെ പ്രവാസി സമൂഹം ഖത്തറുമായുള്ള ബന്ധത്തിലെ ഒരു നിർണായക ഘടകമാണ്. ഖത്തറിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളും തൊഴിലാളികളും സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയാണ്. കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ തൊഴിലാളികളുടെ സുഗമമായ നീക്കം, അവരുടെ അവകാശ സംരക്ഷണം, സാമൂഹിക സുരക്ഷാ സഹകരണം എന്നിവയും ചർച്ചാ വിഷയമാകും. താരിഫിനും അപ്പുറം എന്നൊരു വശം, അതായത് CEPAയുടെ വിശാലമായൊരു മാനം, അതൊന്ന് പരിശോധിക്കാം. ഒരു FTA വെറും താരിഫുകൾ കുറയ്ക്കുന്ന കരാർ മാത്രമല്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ്. ഇതിന്റെ വ്യാപ്തി ചരക്ക് വ്യാപാരത്തിനപ്പുറത്തേക്ക് പോകുന്ന ഒന്നാണ്. ഒന്ന് നിക്ഷേപമാണ്. അതായത് ഖത്തറിന്റെ സോവറിൻ വെൽത്ത് ഫണ്ടുകൾ ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ മേഖലകളിലും സ്റ്റാർട്ടപ്പുകളിലും സാങ്കേതിക വിദ്യ സംരംഭങ്ങളിലും അതുപോലെ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനുള്ള നിയമങ്ങളും വ്യവസ്ഥകളും CEPAയിൽ ഉൾപ്പെടുത്തും. സുസ്ഥിര നിക്ഷേപം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം സഹായകമാകും. അടുത്തത് ധനകാര്യമാണ്. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ, ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകളിലെ സഹകരണം എന്നിവ മെച്ചപ്പെടുത്തും. ഇനി നോൺ താരിഫ് തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങളിലെ കാലതാമസം, നിലവാര പരിശോധനകൾ തുടങ്ങിയ താരിഫ് ഇതര തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നത് ചെറുകിട ഇടത്തരം സംരംഭകർക്ക് പോലും വ്യാപാരം എളുപ്പമാക്കും. GCC രാജ്യങ്ങളുമായി ഒരു കൂട്ടായ FTA എന്ന ആശയം നിലവിൽ പരിഗണനയിലില്ല എന്ന് മന്ത്രി ഗോയൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഖത്തറുമായി CEPA ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സമീപനം ഇന്ത്യയുടെ പ്രായോഗിക ബുദ്ധിയോടുകൂടിയുള്ള ഒരു തന്ത്രമാണ്. GCCയിലെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ സാമ്പത്തിക ഘടനയും ആവശ്യകതകളുമുണ്ട്. ഉദാഹരണത്തിന് UAEയുമായി ഇന്ത്യ നേരത്തെ ഒരു CEPA ഒപ്പുവെച്ചു കഴിഞ്ഞു. ഒമാനുമായി സമാനമായ കരാർ ഉടൻ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട്. ഓരോ രാജ്യവുമായും ഉഭയകക്ഷി കരാറുകൾ ഉണ്ടാക്കുന്നത് അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് കരാറുകൾ തയ്യാറാക്കാനും ചർച്ചകൾ വേഗത്തിലാക്കാനും അതിന്റെ ഫലം വേഗത്തിൽ ലഭിക്കാനും ഇന്ത്യയെ സഹായിക്കുന്നു. ഈ ബിൽഡിംഗ് ബ്ലോക്സ് അപ്രോച്ച് ഇന്ത്യയെ ഗൾഫ് മേഖലയിൽ ഒരു സുപ്രധാന സാമ്പത്തിക ശക്തിയായി കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും. ഇന്ത്യൻ വാണിജ്യ മന്ത്രിയുടെ സന്ദർശനവും ടേംസ് ഓഫ് റെഫറൻസ് അന്തിമമാക്കാനുള്ള തീരുമാനവും ഒരു പുതിയ സാമ്പത്തിക അധ്യായത്തിന്റെ തുടക്കമാണ്. $28 ബില്യൺ എന്ന വ്യാപാര ലക്ഷ്യം കേവലം അക്കങ്ങൾ മാത്രമല്ല. അത് ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, ഊർജ്ജ സുരക്ഷ, ഭക്ഷ്യസുരക്ഷ, സാങ്കേതിക കൈമാറ്റം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പുരാതന കാലം മുതൽ കച്ചവട ബന്ധങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ 2 രാജ്യങ്ങൾ ആ ബന്ധത്തെ 21ാം നൂറ്റാണ്ടിലെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു തന്ത്രപരമായ പങ്കാളിത്തമായി മാറ്റി എഴുതുകയാണ്.
ടേംസ് ഓഫ് റെഫറൻസിന്റെ അന്തിമ രൂപീകരണം ചർച്ചകൾക്ക് തുടക്കമിടൽ നൽകുമെങ്കിലും അതിന്റെ അന്തിമ വിജയം ഈ കരാർ എങ്ങനെ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഭാവിയിലെ സാമ്പത്തിക സഹകരണത്തിന്റെ ശക്തി നിർണ്ണയിക്കുന്ന ഒരു നിർണായക നീക്കമാണിത്.